നമസ്കാരം. ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തെ ഇത്രയധികം പിന്നോട്ടടിച്ചത് പിണറായി വിജയൻ എന്ന വെറുക്കപ്പെട്ട, പിണറായി വിജയൻ എന്ന കഴിവുകെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ സ്വഭാവം കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ അതിനോടൊപ്പം കഴിവില്ലാത്ത മന്ത്രിമാരും വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത അന്തം കമ്മികളും കൂടി ചേർന്നപ്പോൾ കേരളത്തിൻ്റെ തകർച്ച ഏകദേശം പൂർണ്ണമായി. 10 വർഷങ്ങൾ സഹിച്ചതിനു ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചത്. UDF സർക്കാർ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സർക്കാരിനെയും മന്ത്രിമാരെയും കോൺഗ്രസ് നേതാക്കളെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ തകൃതിയായി നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, സർക്കാർ അധികാരം ഏറ്റെടുത്തതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ CPM തീരുമാനിച്ചത്, CPM അണികൾക്ക് നൽകിയ നിർദ്ദേശം സർക്കാരിനെതിരെ ആഞ്ഞടിക്കണം, കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്ന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുകൂടിയാണ്. കേൾക്കേണ്ട താമസം അന്തം കമ്മികൾ കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിട്ടു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പുതിയ സർക്കാരിന് മധുവിധു കാലം പോലും നൽകാതെ കടന്നാക്രമിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് CPM. CPMനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ഈ വരുന്ന ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ED സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ ഉപരി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLAയുമായ പത്മകുമാർ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വഴിതിരിച്ചുവിടാൻ, ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വീണ്ടും CPMൻ്റെ ഒരു തീരുമാനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ VD സതീശൻ്റെ UDF സർക്കാർ ധവളപത്രം ഇറക്കിയത്. ഇത് ഈ പ്രതിപക്ഷത്തിന്, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിലുള്ള പ്രകോപനമായി. അതും ഈ സർക്കാരിനെ ആഞ്ഞടിക്കാനുള്ള ഒരു കാരണമായി ഇവർ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിലയിരുത്തലിന് ശേഷം പാർട്ടിയിൽ പുകയുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ ദിശ മാറ്റിയെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം CPMന്റെ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്രതിപക്ഷം സർക്കാർ പരിപാടികൾ ബഹിഷ്കരിക്കാൻ അല്പം സമയമെടുത്തെങ്കിൽ LDF ഒരു കാത്തിരിപ്പിനും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. KSRTCയിൽ സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ യാത്ര നൽകുന്നുണ്ട്. ആ സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് പോലും ബഹിഷ്കരിക്കാനാണ് ഇവരുടെ തീരുമാനം. അതായത് നാടിനോ സമൂഹത്തിനോ പൗരന്മാർക്കോ ഗുണകരമാകുന്ന ഒരു കാര്യങ്ങളെയും തങ്ങൾ അംഗീകരിക്കില്ല, തങ്ങളത് ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. 10 വർഷത്തിനു ശേഷമാണ് UDF അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ എതിർപ്പുമായി ഇറങ്ങിയാൽ ജനം എന്തു കരുതും, ജനങ്ങൾ ഇനിയിപ്പോൾ ഓടിച്ചിട്ട് അടിക്കുമോ എന്നുള്ള ഒരു ആശങ്ക CPMൽ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടിയതിനെയും സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിനെയും ഒക്കെ വിമർശിച്ചപ്പോൾ അവർക്കൊരു സംയമനം അവർ പാലിച്ചിരുന്നു. കാരണം ജനങ്ങൾ എന്തെങ്കിലും തങ്ങളെ കുറ്റപ്പെടുത്തുമോ, കാരണം 10 വർഷങ്ങൾ അതാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. പിന്നീട് മന്ത്രി സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനം മാധ്യമങ്ങളിലൂടെ വിവാദമായപ്പോഴും CPM അതിൻ്റെ പിന്നാലെ വലുതായി തൂങ്ങിയില്ല. പാർട്ടി ഭരിച്ചിരുന്ന സമയത്തും അത്തരം ചില നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന ഒരു ചരിത്രം പാർട്ടിക്കുണ്ട്, CPMനുണ്ട്. അതായത് EP ജയരാജൻ്റെയും PK ശ്രീമതിയുടെയും ഒക്കെ ബന്ധുക്കൾക്ക് നിയമനം നൽകിയത് വലിയ വിവാദമായിരുന്നു അന്ന്. LDF സർക്കാരിൻ്റെ കാലത്തെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെ വിമർശിച്ച ധവളപത്രം പുറത്തു വന്നത് പുതിയ സർക്കാർ തങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടിയായിട്ടാണ് ഇപ്പോൾ CPM കാണുന്നത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയതോടെ തിരിച്ചടിക്കാൻ CPM നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തോൽവിയുമായി ബന്ധപ്പെട്ട സംഘടനാ യോഗങ്ങൾ ഓഗസ്റ്റ് വരെ ചേരാൻ ഒരുങ്ങുകയാണ് CPM. MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവും സെനറ്റ് നാമനിർദ്ദേശവുമൊക്കെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഡീലായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും CPMൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. RSS പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്ത വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിനു പിന്നാലെയാണ് ഈ VCമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ രംഗത്തെത്തിയത്. അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തെ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയ ഒരാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഒരല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇത്രയും തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ആ മനുഷ്യൻ ഈ ഒരു സ്ഥാനം ഒഴിഞ്ഞ് വീട്ടിലിരിക്കണമായിരുന്നു. അതുപോലെ അതിൽ നിന്ന് തന്നെ അയാളുടെ ഒരു വ്യക്തിത്വം നമുക്ക് വ്യക്തമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ്. കാരണം ഇനി ഒരിക്കലും
എത്ര കഴിവുകെട്ടവൻ കേരളം ഭരിച്ചാലും അത് പിണറായി വിജയനോടൊപ്പമാകില്ല. അത് ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നമുക്ക് വേണ്ടത് സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതില്ലാതാക്കാനാണ് ഇവറ്റകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, സ്ത്രീകൾക്ക് വ്യക്തിപരമായി എനിക്ക് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനോട് യോജിപ്പില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ സൗജന്യ യാത്ര നൽകുന്നത് പലർക്കും ഗുണം ചെയ്തേക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ്. അതിനെ പോലും ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് പിന്നീട് ഉളുപ്പില്ലാതെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനാണ് ഇവരുടെയൊക്കെ തീരുമാനം. അപ്പോൾ ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കമ്മ്യൂണിസം ഇവിടെ വേണോ വേണ്ടയോ? ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശിക്കാത്തത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. കാരണം തെമ്മാടിത്തരവും അഴിമതിയും ഒരു മനുഷ്യനും ഒരു പൗരനും ഒരു ഭരണകർത്താവിനും ചേരാത്ത സകല കൊള്ളരുതായ്മകളും കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ വിമർശിക്കുന്നത്.